ആര്യപുത്രൻ. എന്തേ, എന്താ പറഞ്ഞത്? ആര്യപുത്രനെന്നും. വിവാഹം കഴിഞ്ഞ് ഒരൊറ്റ ദിവസമല്ലേ ആയോളൂ. മിഥിലയിൽ നിന്ന് അയോധ്യയിലേക്ക് പുറപ്പെടാൻ തുടങ്ങുന്നതേ ഉള്ളൂ താനും. അതിനിടയ്ക്ക് തന്നെ ആരാണ് ഇതൊക്കെ പറഞ്ഞു തന്നത്? രാജമാതാ കൗസല്യാദേവി. ഓഹോ. ഭാവിയിലെ കോസലാധിപന്റെ പട്ടമഹിഷിയാണ്. കൊട്ടാര കെട്ടുകൾക്കുള്ളിൽ പെരുമാറുമ്പോൾ സവിശേഷ ശ്രദ്ധ വേണം എന്ന് പറഞ്ഞു. ബ്രഹ്മർഷികൾ പോലും ഉള്ളിൽ കടക്കാൻ ഊഴം കാത്തു നിൽക്കുന്ന ജനക രാജധാനിയിൽ അപ്സര സുന്ദരിയായ ഒരു കൗമാരക്കാരി തനിക്ക് അനുയോജ്യനായ ഒരു വരനെ അന്വേഷിച്ച് നടക്കുന്നതായി സൂതന്മാർ മഹാകൗശലത്തിൽ പാടി നടക്കുന്നുണ്ടായിരുന്നു. ഓ പിന്നെ ആ യുവതിയെ, അയ്യോ അല്ലല്ല, ആ കുമാരിയെ മറ്റാർക്കും വിട്ടുകൊടുക്കരുതെന്ന് അവിടെ ഒരാളിന് ഉള്ളിലൊരു വെളിപാട്. ഒരു കൊച്ചു കൗമാരക്കാരന് അല്ലേ? ഏയ്, അങ്ങനെ കൊച്ചാക്കണ്ട. അയ്യോ, കൊച്ചാക്കാനോ? കുലഗുരു വസിഷ്ഠന്റെ മാനസപുത്രൻ, ജനപദങ്ങളെ കിടുകിടാ വിറപ്പിച്ച താടകയെ ഒരൊറ്റ അസ്ത്രം കൊണ്ട് നിഗ്രഹിച്ച വീരപരാക്രമി, മായാരണപ്പെടുവായ മാരീചനെ മരണാസന്നനാക്കി തുരത്തിയ മഹാപുരുഷൻ, പ്രജകൾക്ക് പ്രത്യക്ഷ ദൈവതം. അതൊക്കെ അങ്ങനെ അങ്ങ് വന്നുകൂടിയതല്ലേ. ഭൂമിപുത്രിക്കോ എല്ലാം ജന്മനാ ലഭിച്ചതും. സൗന്ദര്യം, സൗശീല്യം, വിനയം, ഭക്തി, പാതിവ്രത്യം, എന്തൊക്കെയായിരുന്നു മേളം. അഹല്യാശ്രമത്തിൽ നിന്ന് അയോധ്യയിലേക്ക് പുറപ്പെട്ടപ്പോഴാണ് വിശ്വാമിത്ര മഹർഷി പറഞ്ഞത് മിഥിലയിലേക്കാകാം ഇന്നത്തെ യാത്ര എന്ന്. ഇവിടെ എത്തിയപ്പോഴോ 8 ചക്രങ്ങളുള്ള പേടകം, അതിൽ ചാപമഞ്ജുഷ, ചാപമഞ്ജുഷയ്ക്കുള്ളിൽ ദേവാസുര രാക്ഷസ ഗന്ധർവാദികൾക്കൊന്നും ഇതുവരെ കുലയ്ക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ദിവ്യ ധനുസ്. ത്രയംബകം, സാക്ഷാൽ മഹേശ്വരദത്തമായ ത്രയംബകം. അതിനു മുന്നിൽ ധ്യാനനിരതനായി നിന്ന ഞാൻ വില്ലല്ലാതെ മറ്റൊന്നും കണ്ടില്ല. വില്ലെടുത്ത് കുലച്ച് ഞാൻ മഹാശബ്ദത്തോടെ ത്രയംബകം രണ്ടായി ഒടിഞ്ഞു. ഇടിവെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ടു എന്നാണ് ഇവിടെ കവികളൊക്കെ പാടി കേട്ടത്. യുഗയുഗാന്തരങ്ങളിൽ അവർ അത് പാടി നടക്കും. ഈ മൈഥിലിയുടെ മനസ്സ് മയിൽപേടയെ പോലെ പുളകം കൊണ്ടു. കണ്ടു ഞാൻ അന്തപുരവാതിൽക്കൽ 2 കരിങ്കൂവള പൂക്കൾ. അവ മെല്ലെ മെല്ലെ മുന്നോട്ടൊഴുകി വന്നപ്പോൾ നേത്രോൽപല മാല തന്നെ. ഏയ്, ഉത്രം നക്ഷത്രം വിവാഹത്തിന് അത്യുത്തമം എന്ന് കുലഗുരു. 4 ജോഡി വധൂവരന്മാർ, നോക്കത്താവിധം പൗരപ്രമുഖർ, 2 രാജ്യങ്ങളിലെയും മന്ത്രിമാർ, സൈന്യാധിപന്മാർ, പടയാളികൾ, നർത്തകർ, വണിക്കുകൾ, നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാർ. വസിഷ്ഠൻ, വാമദേവൻ, കശ്യപൻ, ജാബാലി, മാർക്കണ്ഡേയൻ, ദീർഘായുസ്, കാർത്യായനൻ, 100 കണക്കിന് ഋഷിമാർ. മിഥിലാപുരി മറ്റൊരു വൈകുണ്ഠം. സുവർണ താലങ്ങൾ, നവധാന്യങ്ങൾ മുളപ്പിച്ച ചിത്രകുംഭങ്ങൾ, ശരാവങ്ങൾ, ധൂമപാത്രങ്ങൾ, ശംഖപാത്രങ്ങൾ, അർഘ്യപാത്രങ്ങൾ, സൃക്ക്, സ്രുവം, അക്ഷതം. ഒടുവിൽ എന്നെ ആര്യപുത്രന് മുന്നിൽ അഗ്നിസമക്ഷം നിർത്തിയിട്ട് അച്ഛൻ പറഞ്ഞു, ഈ സീത എൻ്റെ മകൾ നിന്റെ സഹധർമ്മചാരിണിയായിരിക്കും. ഇവളെ സ്വീകരിക്കുക. പതിവ്രതയും മഹാഭാഗയുമായ ഇവൾ നിന്നെ നിഴൽ പോലെ പിന്തുടരും. എങ്കിൽ യാത്ര ആരംഭിച്ചാലോ? സാകേതത്തിലേക്ക്. സത്യസന്ധനും നീതിമാനും പ്രജാക്ഷേമ തൽപരനുമായ ഒരു ഭരണാധികാരിക്ക് നാട് മാത്രമല്ല കാടും വാഴേണ്ടി വരും. കാനന ഭംഗികൾ കണ്ടു നടക്കാൻ എനിക്ക് എന്ത് ഇഷ്ടമാണെന്നോ. എങ്കിലൊരു 10 സംവത്സരം കാട്ടിൽ പാർത്താലോ?
ഒരു 14 വത്സരം. ഒട്ടും മുഷിയില്ല. എങ്കിൽ പിന്നെ സ്ഥിരമായി കാട്ടിൽ കൊണ്ട് തള്ളിയേക്കട്ടെ. ഹാരിപുത്രൻ എന്ത് ചെയ്താലും അത് പ്രജാഹിതം പാലിക്കാൻ വേണ്ടിയായിരിക്കും, എനിക്കുറപ്പാണ്. സീതേ, ഹാരിപുത്ര, അർത്ഥാംഗിനി, ഞാൻ ധന്യനായി. പുരുഷന്റെ പാതിയും പത്നിയാണ്. പതിപത്നിമാർ ഒരു മനസ്സായി മുന്നോട്ടു പോകുമ്പോഴാണ് ഈ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത്. ഹാരിപുത്ര, ഇവിടെ നിന്ന് ആരംഭിക്കുന്നു രാമന്റെ യഥാർത്ഥ യാത്ര. ഇതുവരെ കഴിഞ്ഞതെല്ലാം ഒരു ബാലകന്റെ ക്രീഡകൾ മാത്രം. സീതാരാമന്മാർ ഉയിരോടുയിർ ഉരുകിച്ചേർന്ന് നടത്തുന്ന യാത്രയാണ് രാമന്റെ ജീവിതയാത്ര. പ്രപഞ്ചമേ, കണ്ണു തുറന്നു കാണാൻ ഒരുങ്ങിക്കൊള്ളൂ. മനുഷ്യ ജീവിതഗാഥകളിലെ ഏറ്റവും മനോഹരമായ ഏട്, സീതാസമേതനായ രാമന്റെ യാത്ര. രാമസ്യ ആയനം, രാമായണം. സർവേ ഭവന്ത സൗമ്യാശ്ച സർവേ സുചരിതവ്രതാഃ പത്നീഭിഃ സന്തു കാകുത്സ്ഥാ മാ ഭൂത് കാലസ്യ പര്യയഃ.